അവിടുത്തെ പേരാണ് ഇമ്മാനുവേൽ. അപ്പൊ കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത ഒന്ന്, പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. രണ്ട്, അവിടുത്തെ വിശേഷത അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. ആ 18-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം, അല്ലല്ല, മത്തായി സുവിശേഷം 28-18 വാക്യം. ആ കണ്ണികയാണല്ലോ നമ്മുടെ വിഷയം. യേശു അടുത്തു എന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. രണ്ട്, കൂടെ ഇരിക്കുന്നവന്റെ രണ്ടാമത്തെ വിശേഷത അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, സേവിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന് വീണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ ഇമ്മാനുവേലിന്റെ വിശേഷത സകലത്തിന്മേലും അധികാരമുള്ളവനാ. ഈ പ്രകൃതിയുടെ മേലെ അവിടെ നിന്ന് അധികാരമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞു കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകാൻ പറഞ്ഞു. അന്നേരം ശാന്തമായി അടങ്ങി. സ്തോത്രം. സന്ധ്യയായപ്പോ പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാരോടത്തത് ഇനി ഗോസ്പൽ ടൂർ വല്ല. ഗോസ്പൽ ടൂറാ? എന്തിനാ അക്കരയ്ക്ക് പോകുന്ന ഇവർക്ക് പിടികിട്ടില്ല. പക്ഷെ യേശുവിനറിയാം അക്കരെ ഭൂതം പിടിച്ചെടുത്തുന്നുണ്ട്, അവന് വിടുതൽ കൊടുക്കാൻ പോവുക. പിന്നെ വേറെ പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ അക്കരയ്ക്ക് പോകാമെന്ന് പറയാൻ കാര്യം, പണ്ട് സംഖ്യ 32 ഇവർ ഇക്കരയ്ക്ക് വരാതിരുന്നവരാ. അതുകൊണ്ടാണ് പറഞ്ഞ അവരിക്കരയ്ക്ക് വരുന്നില്ല, നമുക്ക് അക്കരയ്ക്കൊന്ന് പോകാം. ആ ഭാഗത്തോട്ടൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എല്ലാം ചാടി വള്ളത്തെ കയറി. യേശു വന്നപ്പോൾ യേശുവിന് ഇടയും കിട്ടിയില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അമരത്ത് യേശുവിന് പോലും കസേര കൊടുക്കാത്തൊരു കാലമാണ്. സ്വതന്ത്രം. കൺവെൻഷൻ്റെ മെയിൻ സ്ഥലത്തെല്ലാം ചെല്ലി കയറിയിരുന്ന ഒരു സീനിയർ പാസ്റ്റർ വന്ന അനങ്ങത്തില്ലല്ലോ. ഇപ്പം ഇത് ചർച്ചക്കോടല്ലേ? ദീർഘവർഷങ്ങൾ ചർച്ചക്കോടി ശുശ്രൂഷിച്ചൊരു സീനിയർ പാസ്റ്റർ കയറി വന്നാൽ ഇപ്പോഴത്തെ ചില ആൾക്കാർ ചിലർ അനങ്ങി കൊടുക്കുകയല്ല, ഒന്ന് താഴോട്ട് നോക്കിയിരിക്കും. നോക്കുമ്പോഴല്ലേ കയറിയിരിക്കാൻ പറയാൻ. അനങ്ങയല്ല, എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ യേശുവിന് കൊടുക്കുവോ? ഇവരെല്ലാം ചാടി വള്ളത്തെ കയറി. യേശു വന്നപ്പം എനിക്ക് തോന്നുന്നത് ഇനി അതായിരിക്കാം, കർത്താവ് തലയിണ വെച്ച് അമരത്ത് കിടന്ന് ഉറങ്ങി. അമരത്ത് കിടന്നുറങ്ങിയത് വെറുതെ അല്ല. ഈ കാറ്റടിച്ചാൽ ആദ്യം കയറി കാറ്റ് പിടിക്കുന്ന അമരത്താ. അതുകൊണ്ടാണ് പ്രശ്നം അവിടെ അമരത്താ വരുന്നത്. കുട്ടനാട്ടുകാരനായതുകൊണ്ട് ചില കാര്യം എനിക്കറിയാം, നിങ്ങൾക്കും ചിലർക്ക് അറിയാം. കടലിലോട്ടോ കായലിലോട്ടോ വള്ളം ഇറങ്ങിയാൽ കാറ്റടിച്ചാൽ ആദ്യം കാറ്റ് കയറി പിടിക്കുന്നത് അമരത്താ. അമരത്താ. അപ്പം അമരം ക്ലിയർ ആക്കണം. അതിനാണ് യേശു അമരത്ത് തന്നെ കയറി കിടന്നത്. എന്ന് പറഞ്ഞാൽ നിയന്ത്രണം അവിടെ നിന്ന് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നത് അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്നാ. അപ്പൊ തിര ഉയർന്നാൽ, കാറ്റ് ഉയർന്നാൽ അമരമാ ഉടയുന്നത്, തകർന്നു പോകുന്നത്. ആ തകരുന്ന ഭാഗം യേശു അങ്ങ് ഏറ്റെടുത്തു. നിന്റെ ജീവിതത്തിന്റെ തകർച്ച യേശു ഏറ്റെടുക്കും. നിന്റെ കുടുംബത്തിന്റെ തകർച്ച യേശു ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ യേശു ഏറ്റെടുക്കും. നീ ആ കർത്താവിന്റെ കരങ്ങളിൽ അങ്ങ് സമർപ്പിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇവരെ പടകിൽ അക്കരയ്ക്ക് പോയാൽ കാറ്റ് ശക്തമായി, പറഞ്ഞതുപോലെ തന്നെ കോളും തിരമാലയായി. അപ്പോൾ ഇവർ കർത്താവിനെ ഉണർത്തി, നാഥാ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക്. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതല്ല, യാത്രയും ചെയ്തു. വൻകടലക്കരെ പോവാൻ ചൊന്ന വാക്ക് ഇമ്പമോടെ കേട്ടതല്ല, യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ടു നടുക്കടലിൽ, പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ.
ആകാശമതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. കാറുകൊണ്ടാകാശമതിഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. അടുക്കുവാനുള്ള ആശയുണ്ടു നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. പ്രകൃതിയുടെ മേൽ അധികാരം. അടങ്ങാൻ പറഞ്ഞപ്പോ അമ്മാരം അടങ്ങി. സ്തോത്രം, സ്തോത്രം. രോഗത്തിന്റെ മേൽ അധികാരം. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അടിച്ചിരിക്കുന്നു. അന്നേരം കുനിഞ്ഞിരുന്ന കുഞ്ഞന്റെ അമ്മ 18 വർഷമായിട്ട് നിവർന്നിട്ടില്ല. മുമ്പേ പറഞ്ഞ പോലെ തള്ളേനെ യേശു ട്രില്ല് കളിപ്പിച്ചുമില്ല. കുനിഞ്ഞാട്ടെ പൊങ്ങിയാട്ടെ, കുനിഞ്ഞാട്ടെ പൊങ്ങിയാട്ടെ. കുഞ്ഞന്റെ അമ്മ പിന്നെ ഒരൊറ്റ യോഗത്തിന് വരികയല്ല. യേശു ഡ്രില്ല് മാസ്റ്റർ അല്ലല്ലോ. അന്നേരം സഭയ്ക്ക് രോഗത്തിന്റെ മേലധികാരം, പൈശാചിക ശക്തികളുടെ മേലധികാരം. സാത്താനെ എന്നെ വിട്ട് പോ. അന്നേരം പോയി. പോകാമോ? എപ്പോഴാ പോകുന്നേ? എന്നാ വന്നേ? നീ പേരെന്നാ? കല്യാണാലോചിക്കാന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. മോൻ കണ്ടിട്ടില്ലേ ചിലടെ വിക്രിയകള്? പേരെന്നാ? എന്ത് ലോകികമായിട്ടാ? നിന്നെ കത്തിക്കും. അതിനെ പെട്രോൾ ഉണ്ടോ? ചുമ്മാ വട്ടത്തരവല്ല. പേരെന്നാ? ആരാധിച്ചാട്ട് പേര് പറയിപ്പിക്കാനോ? എവിടുന്നാ വന്നേ? എന്ന് പോവും. മനുഷ്യനെല്ലാം ഇരുന്ന് മെനക്കെടുക. യേശു ഇങ്ങനെയൊന്നും ചെയ്തില്ല. സാത്താനെ എന്നെ വിട്ട് അന്നേരം പോവുക. ഭൂതങ്ങളുടെ മേലധികാരം, അവിടുന്ന് പ്രകൃതിയുടെ മേലധികാരം, രോഗങ്ങളുടെ മേലധികാരം, അയ്യോ മരണത്തിന്റെ മേലധികാരം. ലാസറേ പുറത്തു വാ. അന്നേരം അവൻ പുറത്തു വന്നെന്നുള്ളത്. ഇതുപോലെ അധികാരമുള്ള ഒറ്റ ഒരുത്തനില്ല. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. അവൻ സകല മുഴങ്കാലം മടങ്ങുന്ന നാമം. ആ നാമത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം, സ്തോത്രം. ഞാൻ ഓടിച്ചങ്ങ് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചങ്ങ് പോകുകയാ. ദൈവത്തിന് മഹത്വം. അവിടുത്തെ വിശേഷത ഒന്ന്, നമ്മുടെ വായിക്കുന്നത് അവിടുത്തെ പേര് ഇമ്മാനുവേൽ, നമ്മുടെ കൂടെ. 2, അവിടുന്ന് സകലത്തിന്മേലും അധികാരമുള്ളവനാ. കൂടെ ഇരിക്കുന്ന ദൈവം അധികാരമുള്ളവനാ. 3, അവിടുത്തെ വിശേഷത നമ്മുടെ അടുത്ത് വരുന്നവനാ. ആ 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശു അടുത്തു ചെന്നു. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും. അപ്പൊ ശ്രദ്ധിക്കുക, 3-ാമത്തെ അവിടുത്തെ വിശേഷത അടുത്ത് വരുന്നവനാ. ആമേൻ. എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന ഇടത്തേക്ക് വരുന്നവനാ യേശു. യേശു ഇരിക്കുന്നിടത്തോട്ട് പോകുക എന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. സ്തോത്രം. ഇപ്പൊ അവിടുന്ന് സ്വർഗത്തിലായിരിക്കുന്നത്. എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് തന്നെ വന്നത് എത്ര പേരെ ചോദിച്ചും പറഞ്ഞു ആ വണ്ടിയില്ലാതെ. ഇനിയിപ്പോ ഇപ്പം ചിന്താഭാരം തിരിച്ചെങ്ങനെ പോകുമെന്നാ. അതൊക്കെ വണ്ടിയില്ലാത്തതിനെ കൊണ്ട് വിട്ടേക്കണം. നമ്മൾ കണ്ണടച്ച് അകത്തോട്ട് കയറി പോകരുത്. സ്തോത്രം. നമ്മുടെ അടുക്കലേക്ക് വരുന്നവനാ നസറയനാകുന്ന യേശു. നീ ദൈവത്തെ കാണാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകേണ്ട കാര്യമില്ല. നീ ഇരിക്കുന്ന ഇടത്തേക്ക് വരുന്നവനാ യേശു. സ്തോത്രം. ഇന്ന് രാത്രി കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത നിന്റെ അടുക്കലേക്ക് വരുന്നവനാ. ദൈവത്തിന് മഹത്വം. ആ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കലോട്ട് പോകണ്ട, നമ്മുടെ അടുക്കലേക്ക് വരും.
നമ്മൾ ദൈവത്തിനെടുക്ക ഒന്നും കൊണ്ടുപോകുകയും വേണ്ട. അയ്യോ, ദൈവത്തിൻ്റെ കൂടെ വന്നൊരു പെടക്കോഴി എവിടുന്നേലും ദൈവത്തിന് എന്തിനാ പെടക്കോഴി മുട്ടയിടാനോ? ദൈവത്തിന് പെടക്കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട. സ്തോത്രം. ദൈവത്തിന് ഭൗതിക വസ്തുക്കളൊന്നും വേണ്ട. പ്രവാചകൻ ചോദിക്കുന്നത് എന്തോന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും? വായിച്ചേണ്ട മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമല്ലേ, നമുക്ക് അറിവുള്ള വാക്യമാ. മീഖാ പ്രവചനം 6:6 എന്തോന്ന് കൊണ്ട് അങ്ങോട്ട് ചെല്ലും? അങ്ങോട്ടൊന്നും കൊണ്ട് ചെല്ലണ്ട, ദൈവത്തിന്റെ അടുക്കൽ. വായിച്ചേ 6:6. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്. എന്തോ കൊണ്ട് ചെല്ലാനാ? വസ്തു കൊണ്ട് ചെല്ലണോ? ആപ്പിൾ കൊണ്ട് ചെല്ലണോ? മുന്തിരിങ്ങ കൊണ്ട് ചെല്ലണോ? വാഴക്കൊല. ദൈവത്തിന് എന്തിനാണ് ആ കൊല? ദൈവത്തിന് പെടക്കോഴിയും വേണ്ട, പൂവൻകോഴിയും വേണ്ട, നിന്റെ വസ്തുവും വേണ്ട, ഭൗതിക വസ്തുക്കളൊന്നും ദൈവത്തിന് വേണ്ട. അതാ പ്രവാചകൻ ചോദിച്ചാ എന്തോന്നു കൊണ്ട് ഞാൻ ദൈവസന്നിധി ചെല്ലും? അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. അത് ഞാൻ എങ്ങനെ കുമ്പിടേണ്ടി? എന്തോന്നും കൊണ്ട് ചെന്ന് കുമ്പിടാൻ? അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാകളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ഞാൻ കാളക്കിടാവിനെയും ആ ആട്ടുകൊറ്റനുമായിട്ട് ചെല്ലണോ? അടുത്തത്, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കും. അയ്യോ, 1000 ആട്ടുകൊറ്റനും 10,000 തൈല നദി. തൈല നദി ഒഴുക്കുന്ന ദൈവത്തിന് നിന്റെ തൈലം വേണോ? 100 ഗ്രാം വേണോ? ദൈവത്തിന് വേണ്ട. തൈല നദി ഒഴുക്കുകയാണ് ദൈവം. 1000 ആട്ടുകൊറ്റൻ. അന്നേരം നമ്മൾ ഞായറാഴ്ച വെട്ടുപാതം വന്നൊരു കിടാവുമായിട്ട് അത് വെട്ടി നിൽക്കുക. 1000 കാട്ടുമൃഗങ്ങളും ജന്തുക്കളും എല്ലാം ദൈവത്തിനുള്ളതല്ലേ, എന്തോന്ന് കൊണ്ട് ചെല്ലും? അടുത്തത്, എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അയ്യോ, കൊച്ചുങ്ങളെ നരബലി കൊടുക്കണോ? വേണ്ട. ദൈവത്തിന് പിള്ളേരെ കണ്ടിക്കൊന്നും വേണ്ട, നരബലി വേണ്ട, ഭൗതികമായിട്ട് ഒന്നും കൊടുക്കണ്ട. പിന്നെ അടുത്തത്, മനുഷ്യ ശ്രദ്ധിച്ചേ മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും അല്ലാതെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ ആടും വേണ്ട, കാളയും വേണ്ട, കഴുതയും വേണ്ട, പട്ടിയും വേണ്ട, പൂച്ചയും വേണ്ട, ഭൗതികം വേണ്ട, വാഴക്കൊലയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, നേന്ത്രക്കായും കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുവിന്റെ വസ്തുവും കൊടുക്കണ്ട. നീ ന്യായം പ്രവർത്തിച്ച്, നീതിയോടെ പ്രവർത്തിച്ച്, താഴ്മയോടെ ദൈവത്തെ ഭജിക്ക്. അതാ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നീ ദൈവത്തിന്റെ അടുക്കൽ ഇതൊന്നും കൊണ്ടു ചെല്ലണ്ട. നിന്റെ അടുക്കലേക്ക് വരുന്നവനാ ദൈവം. അതിലൂടെ വായിക്കുന്ന കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത യേശു അടുത്ത് ചെന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. കൂടെ യേശു അടുത്ത് ചെന്നു. ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വരുന്നവനാ കൂടെ ഇരിക്കുന്ന ദൈവം. 1, അവിടുത്തെ പേര് ഇമ്മാനുവേൽ. 2, സകലത്തിന്മേലും അധികാരമുള്ളവൻ. 3, നിന്റെ അടുത്ത് വരുന്നവൻ. 4, അവിടുത്തെ കൂടെ ഇരിക്കുന്നവന്റെ വിശേഷത ആരാധനക്ക് യോഗ്യനാ. അവിടുന്ന് ആരാധനയ്ക്ക് 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ദൈവദാസനെ. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുന്നവന്റെ യോഗ്യത അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. സ്തോത്രം. വിവരിക്കാൻ നേരമില്ല. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, പല്ലിയും പട്ടിയും പൂച്ചയും താറാവിനെയും കോഴിയും ഒന്നിനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രത്തെ ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, പ്രകൃതികളെ ചരാചരങ്ങളെ ഒന്നിനെ ആരാധിക്കരുത്. ആ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം തമ്പുരാനാ. ദൈവത്തെ മാത്രം ആരാധിക്കണം. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്.
സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. ഓ സ്വർഗാതി സ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗാതി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളോ മകത്വമേ മകത്വമേ മകത്വം തൻ നാമത്തിന്. ഓ മകത്വമേ മകത്വമേ മകത്വം തൻ നാമത്തിന്. ഓ മകത്വത്തിനു സ്തോത്രയാഗത്തിനു യോഗ്യൻ മകത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നവന്റെ പേര് ഒന്ന് ഇമ്മാനുവേൽ, രണ്ട് സകലത്തിന്മേലും അധികാരമുള്ളവൻ, മൂന്ന് നമ്മുടെ അടുത്ത് വരുന്നവൻ, നാല് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ വ്യക്തിയാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം, ദൈവത്തിന് സ്തോത്രം. ഈ കൂടെ ആരുടെ കൂടെയായി ഇരിക്കുന്നത്? എല്ലാവരുടെയും കൂടെയാന്ന് ചിന്തിക്കരുത്. ആ കണ്ണികയിൽ നിന്നുകൊണ്ട് ആരുടെ കൂടെയാണ് യേശു ഇമ്മാനുവേൽ ഇരിക്കുന്നത്? അവിടെ പ്രധാനപ്പെട്ട പോയിന്റ്, ശിഷ്യന്മാരുടെ കൂടെയാണ് യേശു ഇരിക്കുന്നത്. ആ 16-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ശിഷ്യവൃന്ദങ്ങളുടെ കൂടെയാണ് യേശു ഇരിക്കുന്നത്. ഈ ആദിമ നൂറ്റാണ്ടിൽ വിശ്വാസികളെന്നല്ല പറയുന്നത്, ശിഷ്യന്മാരെന്നാണ്. ആ ശിഷ്യന്മാരുടെ കൂടെയാണ് അവിടുന്ന് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ ശിഷ്യന്മാർക്ക് ചില യോഗ്യതകളുണ്ട്. ആ കണ്ണികയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്ന്, അവര് അനുസരണമുള്ളവരായിരിക്കണം. അനുസരണമുള്ളവരുടെ കൂടെ ഇമ്മാനുവേൽ ഇരിക്കൂ. ആ 16-ാം വാക്യം വായിച്ചേ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശുവിനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അപ്പൊ ഒരാളെന്നോട് ചോദിച്ചു, യേശു മലയ്ക്ക് പോയോ? അപ്പൊ പണ്ട് മുതലേ എല്ലാരും മലയ്ക്ക്, ഏത് മലയാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കൊരട്ടിമലയല്ല, കുരിശുമലയല്ല, പരിമലയല്ല, പിന്നെയോ ഒലിവുമലയാ. തെറ്റിദ്ധാരണ വരരുത്, അതിനാ ക്ലിയർ ആക്കുന്നത്. ഒലിവുമലയ്ക്കാ പോയത്. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഒലിവുമലയിൽ വരണം. അവർ ഒലിവുമലയ്ക്കാ പോയത്. ടി കെ ശൗമലി സാറ് പാടിയ ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ. ചരണമുയർന്നു ഗഗനേ ഗഗനായി പാദനരികിലമർന്നുതാ. ചരണമുയർന്നു ഗഗനേ ഗഗനായി പാദനരികിലമർന്നുതാ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാരുടെ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. ആ ശിഷ്യന്മാരുടെ വിശേഷത, യോഗ്യത, അവരെങ്ങനെയുള്ളവരായിരിക്കണം? ഒന്ന്, അനുസരണമുള്ളവരായിരിക്കണം. ദൈവമക്കൾ അനുസരണമുള്ളവരായിരിക്കണം. സഭയിലെ ശുശ്രൂഷകൻ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. ഇത് പറയുന്നതിന് മുന്നേ കയറി കൊമ്പ് കോർത്ത് ഉടനെ അടിയന്തര പാസ് ഇല്ലാതെ ഒരു കമ്മിറ്റി കൂടി ഉടനെ ഡിസ്ട്രിക്റ്റ് കൊണ്ട് പരാതി കൊടുത്തു. ഡിസ്ട്രിക്റ്റിന് ഉടനെ മുളക്കുടിക്ക് പോയി, നീ ഒന്നും ഗുണമാകുകയല്ല. ആ ഇരിക്കുന്ന ശുശ്രൂഷകൻ ദൈവകൃപയെ ശരണപ്പെട്ട് വചനപ്രകാരം വചനത്തിന് നിരക്കുന്ന കാര്യം പറയുമ്പോൾ ആ നടത്തിപ്പുകാരെ അനുസരിക്കണം. അനുസരിച്ചാലേ ദൈവം കൂടെ ഇരിക്കും. അനുസരണമില്ലാത്ത ആരുടെയും കൂടെ ദൈവം ഇരിക്കുകയല്ല. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിക്കണം. വേണ്ടേ? വേണം. ഇപ്പം പിന്നെ പിള്ളേരെ പേടിച്ചാൽ എല്ലാവരും ജീവിക്കുന്നത്. എവിടെ പോകുന്നടാ ഉണ്ണേ അവൻ? ചോദിച്ചെന്നേ ഉള്ളൂ.
നീ എന്തോ തന്തയാ, എന്തോ അപ്പനാ? എടാ, പിള്ളേരെ പേടിച്ചല്ല അപ്പനും അമ്മയും ജീവിക്കണ്ടേ. അപ്പനെയും അമ്മയും ബഹുമാനിച്ചും കീഴ്പ്പെട്ടും പിള്ളേർ ജീവിക്കണം. അതാ വേറെ പുസ്തകത്തിന്റെ പ്രമാണം. അയ്യോ, അവനോട് അങ്ങനെ പറയാനൊക്കത്തില്ല, അവനെ ക്ഷിപ്രകോപിയാ. പിന്നെ നല്ല പെരുകു കൊടുക്കാഞ്ഞിട്ടാ. ഇപ്പൊ പിന്നെ പിള്ളേരെ തല്ലാനും വേറെ പുസ്തകം പഠിപ്പിക്കുന്ന പിള്ളേരെ തല്ലണമെന്നാ, തല്ലി വളർത്തണമെന്നാ. ചുമ്മാ തല്ലുകയും ചെയ്യരുത്, കാരണമില്ലാതെ തല്ലുകയും ചെയ്യരുത്. പൊട്ടിപ്പോകത്തൊക്കെ തല്ലെന്ന അങ്ങനെ പുസ്തകത്തിന്റെ വാക്യം. അടിയുടെ ഫോഴ്സ് വരെ സദൃശവാക്യത്തിൽ എഴുതി ഇത്ര ആയത്തിൽ അടിക്കാം, അങ്ങനെ പുസ്തകത്തിൽ വാക്യമുണ്ട്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം, വളർത്തേണ്ട സമയത്ത് വളർത്തണം, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം, കരുതേണ്ട സമയത്ത്, അതിനെല്ലാം പുസ്തകത്തിൽ വാക്യമുണ്ട്. അനുസരിക്കണം. അമ്മ അടുക്കളയിൽ കയറുമ്പോൾ മോളെ വിളി, എടി ആ തോരനെന്ന് അരിഞ്ഞേ. അനുസരിക്കണ്ട, അനുസരിക്കണം. അമ്മ അടുക്കളയിൽ കടന്ന് കന്ന് പണിയും പോലെ പണിയുക, അവളിങ്ങനെ മൊബൈൽ മാന്തിയും തോണ്ടി. അതിന് നല്ല കുടുംബ പശ്ചാത്തലമല്ല. മനസ്സിലാകുന്നുണ്ടായി പറയുന്നത്. അനുസരിക്കണം. ഒരു സഭയിൽ കൂടി വന്നാൽ ആ സഭയിലെ നടത്തിപ്പുകാരെ അനുസരിക്കണം. ഒരു ഓഫീസിൽ ജോലി കിട്ടിയാൽ ആ ഓഫീസിന്റെ നിയമങ്ങളുണ്ട്, അതനുസരിക്കണം. മനുഷ്യനെ ശങ്കയും വേണം, ദൈവത്തെ ഭയവും വേണം. പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ മക്കൾ അവരെ അനുസരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ വേദപുസ്തക പ്രമാണമാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ, അതൊക്കെ വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. ഇതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കണം. അതല്ലേ ശൗമന്റെ പുസ്തകത്തിൽ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാ. അനുസരിക്കണം. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം വെച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ കൂടെ ഇരിക്കുന്ന ആരുടെ കൂടെ ഇരിക്കും? ഒന്ന്, അനുസരിക്കുന്നവരുടെ കൂടെ ഇരിക്കും. രണ്ട്, ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ സംശയമില്ലാത്തവരുടെ കൂടെ ഇരിക്കും. സംശയമുള്ളവന്റെ കൂടെ ഇരിക്കുകയല്ല. അതിന്റെ 17-ാം വാക്യം വായിച്ചേ ശുപാസെ. 17. ചിലരോ സംശയിച്ചു, അല്പം കൂടെ മുന്നോട്ട് കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു, ചിലര് സംശയിച്ചു. അപ്പൊ സംശയിച്ച കുറെ ആൾക്കാരുണ്ട്, അവരുടെ കൂടെ ദൈവം ഇരിക്കത്തില്ല. അതിന് മറുവശമാ, സംശയിക്കാത്തവരുടെ കൂടെ ദൈവം ഇരിക്കും. നീ സംശയിക്കരുത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നോട് നിലവിളിക്കുന്നവർക്ക് മറുപടിയും വിടുതലും കൊടുക്കുന്നത് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇപ്പോഴും പെന്തിക്കോസ് വന്നിട്ട് സംശയമാ, സ്വർഗം ഉണ്ടോ അമ്മേ? പാസ്റ്റർമാരെല്ലാം പറയുന്ന ഉണ്ടെന്ന്. പിന്നെ മറ്റേ അമ്മാമ്മ, ഓ എൻ്റെ മേരിക്കുട്ടി സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെ. എന്നിട്ട് ഞായറാഴ്ച വന്ന് തുമ്പി തുള്ളും പോലെ തുള്ളുക. സംശയമാ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന നമ്മാമ്മ പുസ്തകത്തിലുണ്ട്. ഞാൻ ഈയിടെ വായിച്ചു, ഞാൻ അങ്ങനെ വായിക്കുന്നതല്ല, പക്ഷെ ഈയിടെ ഉറക്കം വരാതിരുന്നപ്പോൾ തുറന്നപ്പോൾ അവിടെ വാ കിട്ടിയത്. ഓ, ഇതൊക്കെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒന്നും പറയണ്ട, എന്തെങ്കിലും ആയിട്ട്. സംശയം മോഹം കാണുമ്പോൾ അറിയാൻ സംശയമാണ്. പിന്നെ എന്നെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് മകളെ നിന്നൊന്നും വിളിക്കണ്ട. എന്തിനാ മോളെ? എൻ്റെ മോളല്ലല്ലോ. നല്ല മോന്ത കാണുമ്പോൾ അറിയാം ഒരു വിശ്വാസവും. സംശയം എപ്പോഴും സംശയിക്കുന്നവരുടെ കൂടെ ഇമ്മാനുവേൽ കാണത്തില്ല, വിശ്വസിക്കുന്നവന്റെ കൂടെ ഉണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ജീവനുള്ളൊരു ദൈവമുണ്ട്. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാ. അവിടുന്ന് സംരക്ഷിക്കുന്ന ദൈവമാ. അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാ. അവിടുന്ന് നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാ. ദൈവം ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലേലോരൽപ്പമു ഇല്ലെനിക്ക്. പടകിലടിച്ചെന്നാൽ അല്ലേലൊരൽപ്പവും ഇല്ലെനിക്ക്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ നരികിലുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച
ചെന്നാഥൻ അഭയമായ അരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രാമം പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമം ദേശത്തു പോകുന്നു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ആരുടെ കൂടെ ഇരിക്കും? ആമേൻ. ഒന്ന്, അനുസരിക്കുന്നവരുടെ കൂടെ ഇരിക്കും. രണ്ട്, സംശയിക്കാത്തവരുടെ കൂടെയാണ് അവിടുന്ന് ഇരിക്കുന്നത്. ഇനി ആ കണ്ണികക്കകത്ത് നിന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, സ്നാനപ്പെടുത്തുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കും. 19 വാക്യം വായിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ, മത്തായി 3-ാം അധ്യായം കൂടെ എല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ, ആരുടെ കൂടെ ഇരിക്കുന്നു പറഞ്ഞാൽ സ്നാനപ്പെടുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കും. എന്തോ സ്നാനം? വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. അതിനെ വെള്ളത്തിൽ മുക്കുന്നേ. അങ്ങനെ യേശു കാണിച്ചു തന്നെ. യേശു പാത്രത്തിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് അന്ത്രയോസ് വന്നാട്ടെ. മത്തായി യേശുവിനെ ആരും എടുത്തോണ്ടുമല്ല വന്നത്. കരയരുത്, ഇപ്പൊ സ്നാനപ്പെടുത്താം ബാവോ. പുള്ളി അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ, കരയരുത്. പുള്ളി സ്റ്റെപ്പ് ഇറങ്ങി വരണ്ടേ മേളിൽ നിന്ന്? നടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഷിജു മനസ്സിലായോ? ദാസനാനും കേസനാനും വേറെ കേസാ. സ്തോത്രം. യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാർ തന്നെ തുടർന്നു പോകുക നാം. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവിൻ. അപ്പൊ യേശുക്രിസ്തു നല്ല മാതൃക കാണിച്ചു. അവിടെ നിന്ന് നടന്നാ വന്നേ, അല്ലാതെ യേശുവിനെ എടുത്തോണ്ട് വന്ന് തളിച്ച് മെഴുക്കിയേച്ച് കൊണ്ടുപോയതല്ല. അവിടെ നിന്ന് നടന്നു വന്ന് യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. യേശുവും ചിലരെ സ്നാനപ്പെടുത്തി. പിന്നെ അത് യോഹന്നാന്റെ ശിഷ്യന്മാരുമൊക്കെ അറിഞ്ഞപ്പോൾ കർത്താവ് ആ ശുശ്രൂഷ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നടത്തിക്കുമെന്നും പറഞ്ഞ് യേശു പോയി. അതാണ് വേദപുസ്തക പ്രമാണം. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, നിമജ്ജനമാണ്, മുങ്ങണം. യേശുക്രിസ്തുവിൻ്റെ മരണ
അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത് ആ സ്നാനം. ആരുടെ കൂടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടവരുടെ കൂടെ ഇരിക്കും. അത് വെള്ളത്തിൽ മുങ്ങി സ്നാനം. കടുംപിടുത്തം ഒന്നും പിടിക്കരുത്. ഇനി കാലം ചിലപ്പോൾ അധികം സമയം കിട്ടിയെന്ന് വരികയില്ല. ഇനിയും യോഗം ഉണ്ടല്ലോ, ആ യോഗം മിക്കവാറും കാണും. നമ്മളുണ്ടോ എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഏത് സമയത്തും എന്നെ നിങ്ങളെ മരണം പിടികൂടും. മരണത്തിൻ്റെ തണുത്ത കരം വന്ന് തലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. അതിന് നല്ല അവസരം ദൈവം ഒരുക്കി തരിക. ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്.